ഗായ്സ്, റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വെള്ളാങ്കണ്ണി മീനാണ് വെക്കാൻ പോണ. മുള്ളായതുകൊണ്ട് ഞാൻ വറ്റിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൊലി ചെത്തി വെച്ച തക്കാളിയാണ് വേണ്ട. അപ്പോൾ ഈ തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ തൊലി ചെത്തി കളഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടൊരു ഇതുണ്ട്, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ അത് തക്കാളി, അതിൽ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 പച്ചമുളക്, ഇത് കടമുളകാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് കുറച്ച് തേങ്ങ, ഇതെന്ന് പറഞ്ഞാൽ തേങ്ങ കയന്നു പോയി. അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. തേങ്ങയുടെയൊക്കെ പഞ്ചല്ലേ, അതുകൊണ്ടാണ് ഇനി അത് കളയണ്ട എന്ന് വിചാരിച്ചു. അല്ലെങ്കിലും കളയൂല ഞങ്ങൾ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിടാം. പിന്നെ അതിന് ശേഷം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10 ഉള്ളിയോളം വരും, ചെറിയ ഉള്ളി. അത് അരിഞ്ഞു വെച്ച് അത് ചേർക്കാം. പിന്നെ ഇച്ചിരി പുളി. പിന്നെ അതിന് ശേഷം നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലാണ് കേട്ടോ മീൻ കറി. അപ്പം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഈ പച്ചയ്ക്ക് അരച്ച് വെക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല, എങ്കിലും ഞാനൊരു ശകലം ചേർക്കാറുണ്ട്. അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല കളറാണ് ഈ മുളക് പൊടി. അപ്പം കുറച്ച് മുളക് പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഭയങ്കരമായിട്ട് അരയണ്ട, അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ച് കലക്കി എടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഭയങ്കര വെള്ളം ആക്കുന്നില്ല, അതാ കുറച്ച് ഒരു ഇതിലേക്ക് ആക്കണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് മുള്ളുള്ള മീനാണ്. അപ്പം അതിൻ്റേതായ ഇത് കാണാം. അതുകൊണ്ട് അരപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം ചേർത്താൽ അത് കൊള്ളൂല. അപ്പോൾ ഇത് മീൻ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ മീൻ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്തതിന് ശേഷം കാണാം. മീൻ കറി തിളച്ച് മറിയുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഇനി അത് നെയ്യ് തെളിഞ്ഞ് വറ്റി വരണം. പിന്നെ കരിവേപ്പിലയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കരിവേപ്പിലയും ഇത്തിരി മുരിങ്ങക്കയില്ല, കറിവേപ്പിലയില്ല. അപ്പം തിരുവനന്തപുരം സ്റ്റൈലായതിന് അപ്പോൾ ഇതൊക്കെ മതി. മീൻ കറി വെന്ത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. വേണ്ട നല്ല കുറുവി. ഇങ്ങനെ ഇരുന്നങ്ങ് വറ്റിക്കോളും കുറച്ചുകൂടെ. പിന്നെ ഭയങ്കര കറിയാക്കിയില്ല, അടിപൊളിയായിട്ടുണ്ട്. കണ്ട ഇത് വേറെ എന്തൊക്കെയോ ഈ ചൂരക്കുട്ടി പോലെ എന്തൊക്കെയോ ചെറിയ മീനുകളും കൂടെ ഇതിൽ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കറി കൂട്ടി നോക്കിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി. ഓക്കെ, ബൈ, ടാറ്റാ.